മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രതിസന്ധിയിൽ രാജിസന്നദ്ധത അറിയിച്ച് വിമത നേതാക്കൾ. തങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടായാൽ രാജിവെക്കുമെന്നാണ് നിലപാട്. എന്നാൽ ടി.എൻ. ചന്ദ്രൻ അടക്കമുള്ള വിമത നേതാക്കളെ തിരിച്ചെടുക്കരുത് എന്നാവശ്യപ്പെട്ട് മറ്റത്തൂരിലെ ഔദ്യോഗിക വിഭാഗം രംഗത്തെത്തി. അതേസമയം ബി.ജെ.പി. പിന്തുണ അപ്രതീക്ഷിതമെന്ന വിമത നേതാക്കളുടെ വാദം ബി.ജെ.പി. എറണാകുളം മേഖലാ അധ്യക്ഷൻ തള്ളി. പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയതയുടെയും തെറ്റായ പ്രവണതകളുടെയും ഫലമായാണ് മറ്റത്തൂരിൽ ഇത്തരം സംഭവങ്ങളുണ്ടായത് എന്നാണ് വിമതരുടെ പക്ഷം. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളുണ്ടായാൽ രാജിവെക്കുന്നതടക്കമുള്ള പാർട്ടി തീരുമാനങ്ങൾക്ക് വഴങ്ങും. ജില്ലാ നേതൃത്വവും DCC അധ്യക്ഷനും തിരുത്തണമെന്ന് കൂടിയാണ് ഉപാധി. ക്രിയാത്മകമായ നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നതെങ്കിൽ രാജിവെക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടി തീരുമാനങ്ങൾക്കും വഴങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് വ്യക്തമായി പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. മറ്റത്തൂരിൽ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് DCC പ്രഖ്യാപിച്ചതെന്നും തനിക്കെന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് KPCC ആണെന്നും DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു. ടി.എൻ. ചന്ദ്രൻ അടക്കമുള്ള വിമത നേതാക്കളെ തിരിച്ചെടുക്കരുതെന്നാവശ്യപ്പെട്ട് മറ്റത്തൂരിലെ ഔദ്യോഗിക വിഭാഗവും രംഗത്തെത്തി. ടി.എം. ചന്ദ്രന് പിന്നിൽ ജോസ് വള്ളൂരാണെന്നും മറ്റത്തൂരിൽ സമാന്തര DCC ആയി ജോസഫ് പ്രവർത്തിക്കുന്നെന്നും ഔദ്യോഗിക പക്ഷം പ്രതികരിച്ചു. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു വിഭാഗം ടി.എം. ചന്ദ്രൻ കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ജോസ് വള്ളൂരാണ്. പുറത്താക്കപ്പെട്ടവരെ കൃത്യമായിട്ടും തെളിവോട് കൂട്ടിയിട്ട് തന്നെയാണ് ഇവരെ പുറത്താക്കിയിട്ടുള്ളത്. അവരൊരു കാരണവശാലും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കരുത്. അതേസമയം BJP പിന്തുണ അപ്രതീക്ഷിതമാണെന്ന വിമത നേതാക്കളുടെ വാദം തള്ളി BJP എറണാകുളം മേഖലാ അധ്യക്ഷൻ A. നാഗേഷ് രംഗത്തെത്തി. രാജിക്കത്ത് ലഭിച്ചതിനു ശേഷമാണ് ചർച്ചകൾ നടത്തിയത് എന്നാണ് BJP പറയുന്നത്. സ്വതന്ത്ര അംഗത്തിന് പിന്തുണ നൽകാമെന്നതായിരുന്നു ഉറപ്പെന്നും നാഗേഷ് പ്രതികരിച്ചു. മീഡിയ 1 തൃശൂർ.